ഇറ്റ്സ് മീ ശ്രീഭാമ SB. ഹായുടെ മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നില്ലേ? ഉഷാറായിട്ടിരിക്കുന്നില്ലേ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ? സോ മിസ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കൊരു അടിപൊളി ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഏത് ചാപ്റ്റർ ആണെന്ന് മിസ് പറയുന്നതിന് മുമ്പ് മിസ് ഒരു പിക്ചർ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. ഇതെന്താണ് മക്കളെ മിസ് വെച്ചിട്ടുള്ളത്? ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ഐസ്ക്രീം അല്ലെ? ചിലർക്ക് ഏതായിരിക്കും? ചിലർക്ക് സ്ട്രോബെറി, ചിലർക്ക് പിസ്സ അല്ല പിസ്ത, അതുപോലെ ചിലർക്ക് ഇത് വാനില, അങ്ങനെ ഓരോരോ ഫ്ലേവേഴ്സ് ഓരോരുത്തർക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സാധനമാണ് എന്താ? ഫുഡ് അല്ലെ? ഫുഡ് വിട്ടിട്ട് നമുക്കൊരു കളിയേ ഇല്ല. അപ്പൊ ഫുഡിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെസേർട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരിക്കും ഐസ്ക്രീം. ദെൻ മിസ് വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഇതെന്താ മക്കളെ? മിക്സ്ചർ അല്ലെ? മിക്സ്ചർ എന്നാണ് നമ്മൾ പറയെങ്കിലും അതിന് നമ്മൾ മിക്സ്ചർ എന്നാണ് പറയാ അല്ലെ? കുറെ സാധനങ്ങൾ കൂടി ചേർന്നിട്ട് ഇപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പും അതേപോലെ കുഞ്ഞു കുഞ്ഞേതായിട്ടുള്ള ഈ റിബൺ പോലെയുള്ള സാധനങ്ങളും പൊട്ടുക്കടലയും കറിവേപ്പിലും എല്ലാം കൂടിയതാണ് നമ്മുടെ മിക്സ്ചർ അല്ലെ? അപ്പൊ ഈ മിക്സ്ചർ എന്നൊക്കെ പറയുമ്പോ ഏത് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഏത് ചാപ്റ്റർ മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക? മിക്സ് ആൻഡ് സെപ്പറേറ്റ്, ചേർക്കാം പിരിക്കാം എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ അല്ലെ? അപ്പൊ മിസ് ഏതാണ് ചാപ്റ്റർ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏത് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, അതിലെ വളരെ പ്രധാനപ്പെട്ട നിങ്ങൾ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് മിസ് പറയുന്നത്. ഇത് അറിയാണ്ട് ഈ ചാപ്റ്റർ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെ ചുറ്റും കണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് എന്ത് പറയാന്നറിയോ? മാറ്റർ, ദ്രവ്യം എന്ന് പറയാം. ഇപ്പൊ മിസ്സിന് എവിടെ കാണി സാനിറ്റൈസർ ഒരു മാറ്റർ ആണ്. കാരണം എന്താ? ഏത് സാധനം ഇരിക്കാനൊരു സ്പേസ്, നിൽക്കാനൊരു സ്പേസ് അല്ലെങ്കിൽ ഇരിക്കാനൊരു സ്പേസ് ഉള്ളതും അതുപോലെ വെയിറ്റ് മാസം ഉള്ളതും ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ മാറ്റർ, ദ്രവ്യം എന്ന് പറയാ. ഇപ്പൊ ഈ പെണ്ണ് മിസ് എടുത്തു, ഈ പെണ്ണിന് എന്താണ്? ഒരു വെയിറ്റ് ഉണ്ട്, ഒരു ഭാരം ഉണ്ട് അല്ലെ? അവര് മാസ് ഉണ്ട്. അതുപോലെ ഇത് ഇരിക്കാൻ മിസ്സിന്റെ കൈവെള്ളയിലാണ് ഇപ്പൊ ഇത് ഇരിക്കുന്നത്. അപ്പൊ അതിന് ഇരിക്കാനൊരു സ്പേസ് വേണം. അപ്പൊ എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈ സ്പേസ് ആൻഡ് ഹാസ് മാസ്, അതിനെയാണ് നമ്മൾ മാറ്റർ എന്ന് പറയാ, ദ്രവ്യം എന്ന് പറയാം. അതിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഫിസിക്കൽ, കെമിക്കൽ എന്നൊക്കെ ഉണ്ട്. മക്കൾ ഇപ്പൊ അതൊന്നും പഠിക്കേണ്ട. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള രണ്ട് കാര്യങ്ങള് പ്യുവർ സബ്സ്റ്റൻസും മിക്സ്ചേഴ്സും ആണ് അല്ലെ? ശുദ്ധപദാർത്ഥവും മിശ്രിതവുമാണ് പഠിക്കാനുള്ളത്. അപ്പൊ എന്താണ് ശുദ്ധപദാർത്ഥം, എന്താണ് മിശ്രിതം എന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചില്ലെങ്കിൽ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ നമുക്ക് നോക്കല്ലേടാ, എന്താണ് ശുദ്ധപദാർത്ഥം, എന്താണ് പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. If a substance contain only one type of molecule, it is known as pure substance. നമ്മൾ എപ്പോഴാ പ്യുവർ ഹാർട്ട് എന്ന് പറയാ? അത്രയും നല്ല മനസ്സാകുമ്പോ, ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉണ്ടാകുമ്പോ, നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമ്പോ, നമ്മളെ കെയർ ചെയ്യുമ്പോ, നമുക്കൊരു ആപത്തം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ കാണുമ്പോഴാണ് നമ്മൾ പറയാ നിന്റെ പ്യുവർ ഹാർട്ട് ആണല്ലോ എന്ന് പറയാം അല്ലെ? അതുപോലെ പ്യുവർ സബ്സ്റ്റൻസ് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെയാണ് നമ്മള് ശുദ്ധ പദാർത്ഥം എന്ന് പറയാ. ക്ലിയർ ആണോടാ? എന്താണ്? ഒരു പദാർത്ഥത്തില് ഏതൊരു സബ്സ്റ്റൻസ് നമ്മൾ എടുത്താലും അതിൽ ഒരുപോലെയുള്ള തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. വേറെ തന്മാത്രകളൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ അതിനെയാണ് നമ്മള് ശുദ്ധ പദാർത്ഥം അഥവാ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയാ. ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾസ് ആണ് ഒരു സബ്സ്റ്റൻസിൽ ഉള്ളതെങ്കിൽ അതാണ് പ്യുവർ സബ്സ്റ്റൻസ്. ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്, ഒരുപാടുണ്ട്. ഇപ്പൊ നമ്മളൊരു സോൾട്ട് എടുത്തു എന്ന് വിചാരിക്കാം. സോൾട്ട് എടുത്താൽ പോലെ എന്താണ്? അതിൽ സോൾട്ട് മാത്രമേ ഉള്ളൂ. സോ സോൾട്ട്, ഉപ്പ് എന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതുപോലെ പ്യുവർ ഗോൾഡ് എന്ന് കേട്ടിട്ടില്ലേ? തനി തങ്കം എന്ന് കേട്ടിട്ടില്ലേ? അതെന്താണ്? ഒരു പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിളാ. അതില് സ്വർണത്തിന്റെ തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. ഒരു ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. സോ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റണം മക്കളെ? നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് ആണെന്ന് പറയാം. അയൺ നെയിലിട്ട അതിൽ അയൺ മാത്രമേ ഉള്ളൂ, വേറൊന്നും ഇല്ല. പ്യുവർ ആയിട്ടുള്ള അയൺ മാത്രമേ ഉള്ളെങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതുപോലെ കാർബണിന്റെ ഒരു രൂപാന്തരമാണ് നമ്മുടെ വജ്രം, ഡയമണ്ട് എന്ന് പറയുന്നത്. അതിനകത്ത് നോക്കിയാൽ അത് മാത്രമേ ഉള്ളൂ, അതിന്റെ മോളിക്യൂൾസ് മാത്രമേ അതിലുള്ളൂ, വേറൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ നമ്മള് ഇതുപോലെയുള്ള സാധനങ്ങൾ ഇപ്പൊ വജ്രത്തിൽ നോക്കിയിട്ട് സിൽവർ വേണം പറഞ്ഞാൽ നടക്കുവോ? ഇല്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? പ്യുവർ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. സോ ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്, അതൊക്കെ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് എക്സാമ്പിളുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇത് ഏത് എക്സാമ്പിൾ ആണ്, എന്തിനുള്ള എക്സാമ്പിൾ ആണ് എന്നുള്ള രീതിയിലാണ് ചോദിക്കുക. സോ കറിയുപ്പ്, സോൾട്ട്, അലുമിനിയം, ഗ്ലിസറിൻ, ബേക്കിംഗ് സോഡ, കോപ്പർ, പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, ഓക്സിജൻ, സിൽവർ, കോപ്പർ സൾഫേറ്റ്, ഇതൊക്കെ പഠിച്ചു വെക്കുക. കാരണം എന്താണ് മക്കളെ? ഇത് ശുദ്ധ പദാർത്ഥമാണോ അതോ മിശ്രിതമാണോ എന്ന് ക്ലാസിഫൈ ചെയ്യാനുള്ള രീതിയിൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ എക്സാമ്പിളുകൾ പഠിച്ചു വെക്കുക. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്സാമ്പിൾ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിളുകൾ തറവാക്കി പഠിച്ചു വെക്കുക. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? പ്യുവർ സബ്സ്റ്റൻസ്. ഇപ്പൊ അലുമിനിയം, അപ്പക്കാരം, ഓക്സിജൻ ഒക്കെ എടുത്താൽ അതിൽ അതിന്റെ തന്മാത്രകൾ മാത്രമേ ഉള്ളൂ. ഓൺലി വൺ ടൈപ്പ് ഓഫ് മോളിക്യൂൾസേ ഉള്ളൂ. ക്ലിയർ അല്ലേ?
അപ്പൊ അടുത്തയാളാണ് മിക്സർ, മിശ്രിതം എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ മിക്സ് ചെയ്തു എന്ന് പറയാ. ഒരു സാധനം വേറൊരു സാധനം കൂടി എടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാലാണ് നമ്മൾ അത് മിക്സായി, അത് മിക്സ്ചറായി എന്ന് പറയാ, അല്ലേടാ? അപ്പൊ എന്താണ് ഈ മിശ്രിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ ഡെഫിനിഷൻ? എന്താ വരാ? സിമ്പിൾ ആണ്, വെരി സിമ്പിൾ ആണ്. ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് മിശ്രിതം എന്ന് പറയാം. ഇഫ് there are more than one type of molecule present in the substance, it is called in the mixtures. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മളിപ്പോ ഒന്ന് മാത്രമേ ഇല്ലെങ്കിൽ ശുദ്ധപദാർത്ഥം എന്ന് പറഞ്ഞു. ഒന്നോ അതിലധികം, ഒന്നല്ല രണ്ടോ അതിലധികമോ ആളുകൾ കൂടി ചേർന്നതാണെങ്കിൽ, മോളിക്യൂൾസസ്, ഒരുപാട് മോളിക്യൂൾസസ് കാണുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ മിശ്രിതം എന്ന് പറയാ. ക്ലിയർ ആണോ? എന്താ മിശ്രിതം എന്ന് മനസ്സിലായില്ലേ? നമ്മൾ മിക്സ് ചെയ്യാ, ഒന്നോ രണ്ടോ മൂന്നോ സാധനം എടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അത് മിക്സ്ചർ ആണ്. അപ്പൊ അതിൽ എന്താണ്? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് മിസ് പറയുകയാണെങ്കിൽ, ഒരു പിസ്സ എടുത്തു എന്ന് വിചാരിക്കാം. പിസ്സ ആണെങ്കിൽ അതിൽ എല്ലാ സാധനങ്ങളും ഉള്ളേടാ. അതിൽ എന്തുണ്ട്? ചീസ് ഉണ്ട്, അതേപോലെ ബണ്ണുണ്ട്, അതുപോലെ അതിൽ വേറെ എന്തുണ്ട്? വെജിറ്റബിൾസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ് പിസ്സ. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിക്കൻ കിട്ടും, ചിലപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ബണ്ണ് കിട്ടും, ചിലപ്പോൾ ചീസ് കിട്ടും. അപ്പൊ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആയതുകൊണ്ട് അതിനെ നമുക്ക് മിശ്രിതം എന്ന് പറയാം, മിക്സ്ചർ എന്ന് പറയാം. ക്ലിയർ? അതുപോലെ ഫ്രൂട്ട് സലാഡ് നോക്കി. ഫ്രൂട്ട് സലാഡില് ഒരു ഫ്രൂട്ട്സ്, കുറച്ച് ഫ്രൂട്ട്സ് വേറെ സ്ഥലത്ത്, കുറച്ച് ഫ്രൂട്ട്സ് വേറെ സ്ഥലത്ത്. ഇവിടുന്ന് ടേസ്റ്റ് ചെയ്താൽ മുന്തിരിങ്ങ, ഇവിടുന്ന് ടേസ്റ്റ് ചെയ്താൽ സ്ട്രോബെറി, അങ്ങനെ ഡിഫറെന്റ് ടേസ്റ്റില ഡിഫറെന്റ് സ്ഥലത്താണ് ഇത് കിടക്കുന്നത്. അപ്പൊ അതൊരു മിക്സ്ചർ ആണ്. ദെൻ വിനാഗിരി എന്താണ്? ഒരു മിക്സ്ചർ ആണ്, അതൊരു മിക്സ്ചറിന് എക്സാമ്പിൾ ആണ്. ദെൻ ജ്യൂസുകൾ, നമ്മൾ കുടിക്കുന്ന ജ്യൂസ് അല്ലെ, നമ്മളിത് എന്ത് ഇടാറുണ്ട്? വെള്ളം എടുത്ത് അതിൽ ഫ്രൂട്ട്സ് ഇട്ട് അത് മിക്സ് ചെയ്ത് മിക്സിയിലിട്ട് അടിച്ച് എന്നിട്ട് അതിലോട്ട് ഒന്നില്ലെങ്കിൽ എന്താ പറയാ സോൾട്ട് ഒക്കെ ഉള്ള സാധനമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സോൾട്ട് ഇടും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഷുഗർ ഇടും. ഇതിട്ട് കഴിഞ്ഞത് മിക്സ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. സോ അതിന്റെ എക്സാമ്പിളാ, മിക്സ്ചേഴ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ മണല് ഒക്കെ വെള്ളത്തിൽ കലക്കുന്നത്, ഐസ്ക്രീംസ്, അതുപോലെ ഷുഗർ സൊല്യൂഷൻ ഒക്കെ എടുത്തെന്ന് വിചാരിക്കുക. ഷുഗറും അതുപോലെ അതിൽ കുറെ സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് വെള്ളമൊക്കെ പാട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? മിക്സ്ചർ ആണെന്ന് പറയാം. സോ മിക്സ്ചർ എന്താണ്, പ്യുവർ സബ്സ്റ്റൻസ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ മിസ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കുറെ എക്സാമ്പിളുകൾ വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് നോക്കി ഏതൊക്കെയാ പ്യുവർ സബ്സ്റ്റൻസ്? പ്യുവർ ഗോൾഡ്, നമ്മൾ എന്താ പറയുക, തനി തങ്കം എന്ന് പറയുന്നത് എന്താണ്? പ്യുവർ സബ്സ്റ്റൻസ് ആണ്. അതിലാകെ സ്വർണത്തിന്റെ പാർട്ടിക്കിൾസ്, മോളിക്യൂൾസ് മാത്രമേ ഉണ്ടാവൂ. പിസ്സ എന്താ? നമ്മൾ പറഞ്ഞു മിക്സ്ചർ ആണ്, ഒരുപാട് മിക്സ്ചർ കൂടിച്ചേർന്ന, ഒരുപാട് സബ്സ്റ്റൻസ് കൂടിച്ചേർന്നാണ്. ജ്യൂസ് മിക്സ്ചർ ആണ് അല്ലെ, ഇത് മിക്സ്ചർ ആണ്, ഇത് പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലെ. ദെൻ പ്യുവർ വാട്ടർ മിസ് എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ്? പ്യുവർ വാട്ടർ ആണെങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ് അല്ലെ. വാട്ടറിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടാവുള്ളൂ, നല്ല ശുദ്ധമായ ജലത്തിന്റെ കേസാട്ടോ മിസ് പറയുന്നത്. ദെൻ ഉപ്പ്, കറിയുപ്പ്, സോൾട്ട് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്? അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. സോൾട്ടിനകത്ത് സോൾട്ടിന്റെ മോളിക്യൂൾസ് മാത്രമേ ഉള്ളൂ. സോഡ എന്താ വരാ? സോഡയുടെ കേസ് പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ വെള്ളവും കൂടെ കൂടിച്ചേർന്നതായതുകൊണ്ട് അത് നമുക്ക് മിക്സ്ചർ ആണെന്ന് പറയാം അല്ലെ. മിക്സ്ചർ ആണെന്ന് പറയാം. കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളത്തിൽ ലയിപ്പിച്ചതാണ് സോഡ, നമ്മൾ കുടിക്കുന്ന സോഡ. സോ അതൊരു മിക്സ്ചർ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യും? സബ്സ്റ്റൻസുകളെ തന്നാൽ നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്യുവർ സബ്സ്റ്റൻസ് ആണോ മിക്സ്ചേഴ്സ് ആണോ എന്ന് ചോദിക്കും. സോ നന്നായിട്ട് തന്നെ ഈ കോൺസെപ്റ്റ് പഠിക്കുക, എക്സാമ്പിളുകൾ വെച്ചിട്ട് നിങ്ങൾ പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. ക്ലിയർ അല്ലേടാ? അപ്പൊ ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നമ്മുടെ ഓരോരോ ലൈവുകളും ഷെയർ ചെയ്യുക. ലൈവുകളെല്ലാം നിങ്ങൾ കാണുക, വജ്ര ബാച്ചിലും ജോയിൻ ചെയ്യുക. അങ്ങനെയൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് എക്സാമിന് ഫുൾ മാർക്ക് ഉറപ്പിക്കാം. ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളല്ലേ. സോ നന്നായി തന്നെ പഠിക്കുക, എല്ലാവരിലോട്ടും നമ്മുടെ വീഡിയോ എത്തിക്കുക, അതുപോലെ എല്ലാവരിലോട്ടും ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക. അപ്പൊ നമുക്ക് എക്സാമിന് അടിപൊളിയായിട്ട് തന്നെ പഠിക്കണം. സോ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പൊ മക്കളെ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, സീ യു, ബൈ.